forevermore. അവന്റെ വലത്തുഭാഗത്ത് ആനന്ദത്തിന്റെ പരിപൂർണ്ണതയും Praise God. പ്രമോദങ്ങളുമുണ്ട്. You know, when Psalms 115, maybe I'll take 2 minutes, okay? 2 minutes. 2 മിനിറ്റ് മാത്രം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. You know, the psalmist was writing the superiority of God among other gods. 115 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരമോന്നത ഭാഗത്തെക്കുറിച്ചാണ്, പരമോന്നതിയെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ അവിടെ വിവരിക്കുന്നത്. Verse number 2, രണ്ടാം വാക്യം, there is a word something like that. Why should the nation say, where is their God? അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയേണ്ടതിന്. You know, the thing is that, you know, the nation, the Gentile God, no, Gentiles have a God. ജാതികൾക്കൊരു ദൈവമുണ്ട്. And those gods are, you know, they have idols, they have statues. But the God of Israel, there is no such statues, no God, no idols. ജാതിക ദൈവങ്ങൾക്ക് പലവിധ വിഗ്രഹങ്ങളും അടയാളങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിനെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുവാൻ ഒന്നും ഇല്ലാതിരിക്കുന്നു. They don't keep any sort of idols in Israel. അവർക്ക് ഇസ്രായേലിന്റെ ദൈവത്തെ കാണിക്കുവാൻ ഒരു വിഗ്രഹങ്ങളോ വേറെ ഒരു അടയാളങ്ങളോ. And now nations is asking, where is their God? അതേസമയം അപ്പോഴാണ് ജാതികൾ ചോദിക്കുന്നത്, അവരുടെ ദൈവം ഇപ്പോൾ എവിടെ? Praise the Lord. This morning time there is no statues here, നമ്മുടെ മുമ്പിൽ വിഗ്രഹങ്ങളൊന്നുമില്ല, no idols here, ഇവിടെ ഒരു വിഗ്രഹങ്ങളുമില്ല. but we know we have a God. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിയാവുന്ന ഒരു ബോധ്യമുണ്ട്, We have an eternal God. He is Alpha and Omega. നമുക്കൊരു നിത്യനായ ആൽഫയും ഒമേഗയുമായ He is the ദൈവമുണ്ട്. creator God. നമുക്ക് വേണ്ടി He is the creator of the universe. He is the one who created each and every one of us. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവം നമ്മുടെ Hallelujah. 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 He is Elohim, he is El Shaddai. അവൻ എൽ ഷഡായായ ദൈവം, അവൻ എലോഹീമായ ദൈവം. And that God is here in our midst in this morning. നല്ല ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. And the psalmist mentioned here, our God is an invisible God. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുക, അവൻ അദൃശ്യനായ ഒരു ദൈവം. You know, sometimes the people ask the same question to us, where is your God when the troubles comes and they hit on you? ചില സമയം നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ നമ്മളോടും പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ദൈവം എവിടെ? Anybody asked this last week? കഴിഞ്ഞ ആഴ്ച ആരെങ്കിലും ആ ചോദ്യം കണ്ടുമുട്ടിയവരുണ്ടോ? When the challenges comes on your life, ചില പ്രതികൂലങ്ങൾ, ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ whether വരുമ്പോൾ, people asked or not, you know, but still they had a question, where is your God when you go through these challenges? ചില പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലും മറ്റുള്ളവർ ചോദിച്ചാലും ഇല്ലെങ്കിലും അവർ നമ്മളെ കുറിച്ച് ചിന്തിക്കും, ഇവന്റെ ദൈവം എവിടെ? But we know our God. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. We know our God. നമ്മുടെ ദൈവത്തെ നമുക്കറിയാം. We know our God. നമ്മുടെ ദൈവത്തെ We നമുക്കറിയാം. know our God. നമ്മുടെ ദൈവത്തെ He is an നമുക്കറിയാം. unchangeable God. അവൻ He മാറ്റമില്ലാത്ത is an ദൈവം. immutable God. അവൻ He is മാറ്റമില്ലാത്ത an ദൈവം. infallible God. അവൻ നല്ല He is ദൈവം. an omnipresent and omniscient. അവൻ സർവ്വവ്യാപി സർവ്വശക്തനായ And he is ദൈവം. an omnipotent. അവൻ സർവ്വശക്തനായ He ദൈവം. is there for us. നമ്മളോട് Hallelujah. കൂടെ ഇരിക്കുന്ന He ദൈവം. is there for us. അവൻ നമ്മളോട് കൂടെയുണ്ട്. And the psalmist is mentioning some comparison between this both God. സങ്കീർത്തനക്കാരൻ അവിടെ ചില താരതമ്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാം. Verse number 5 says, even though you have a statues and idols as a God, നമ്മുടെ മുമ്പിൽ സങ്കീർത്തനക്കാരൻ പറയുക, വിഗ്രഹങ്ങളും പൊന്നും വെളിയും ഒക്കെ നമ്മുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ ഉണ്ടെങ്കിലും, but that God does not speak. അവർ ആ വിഗ്രഹങ്ങൾ വായുണ്ടെങ്കിലും അവർ സംസാരിക്കുന്നില്ല. Verse number 6 says, ആറാം വാക്യം even though they have ears, അവർക്ക് ചെവിയുണ്ടെങ്കിലും but no hear, അവർ കേൾക്കുന്നില്ല. no smell. അവർ മൂക്കുണ്ടെങ്കിലും Let me tell you that God does not protect. ആ ദൈവം സംരക്ഷിക്കുന്ന ദൈവമല്ല. Verse number 7 says, ഏഴാം വാക്യം they have hands, അവർക്ക് കൈ ഉണ്ടായിരുന്നു, but do not feel. പക്ഷെ അവർക്ക് സ്പർശനശേഷിയില്ല. Feet but do not walk. പക്ഷെ അവർക്ക് കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. They do not make a sound. അവർ സംസാരിക്കുകയോ That means, ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. even though they have a God but no power. ദൈവമുണ്ടെങ്കിലും ആ ദൈവത്തിന് ശക്തിയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. But what is the significance of a God of Israel? പക്ഷേ ഇസ്രായേൽ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? Verse number 9 says, he is our help and a shield. ഇസ്രായേലിന്റെ ദൈവം യഹോവയിൽ ആശ്രയിക്കും, അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു. How many of you can say, he is my help and my shield? എത്ര പേർക്ക് പറയാൻ സാധിക്കും, ആ ദൈവം നമ്മുടെ സഹായവും പരിചയവുമാണ്? He is my help and my shield. അവൻ എന്റെ സഹായവും യേശുവിന്റെ When I പരിചയം. go through the challenges, ഞാൻ വെല്ലുവിളികളിൽ കൂടി കടന്നു when I പോകുമ്പോൾ, go through the difficulties, ഞാൻ പ്രശ്നങ്ങളിൽ കൂടി കടന്നു he is പോകുമ്പോൾ, my help. അവൻ എന്റെ He സഹായം. holds my hand. അവൻ എന്റെ കൈക്ക് He പിടിച്ചിരിക്കുന്നു. holds my hand. അവൻ എന്റെ കൈക്ക് Not only പിടിച്ചിരിക്കുന്നു. that, അത് മാത്രമല്ല, when I go through the challenges, ഞാൻ വെല്ലുവിളികളിൽ കൂടി sometimes he കടന്നു protects me. ചില സമയം അവൻ എന്നെ Oh, സംരക്ഷിക്കുന്നു. people don't see me.
ആൾക്കാർ എന്നെ കാണുന്നില്ല, they see us as shield. പക്ഷെ ഒരു പരിചയം അവരാ കാണുന്നേ. He is my shield. അവൻ എന്റെ How many of പരിചയമാകുന്നു. you can say that he is my shield? എത്ര പേർക്ക് പറയാൻ സാധിക്കും ആ ദൈവം എന്റെ Yes, പരിചയമാകുന്നു? this is the personal God. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ സ്വന്തം ദൈവമാണ്. Oh, just like we heard in this morning, he is a transcendent God. ഇന്ന് പകൽ നമ്മൾ കേട്ടതുപോലെ അവൻ സർവശക്തനായ He is ദൈവം. beyond the time and the space. അവൻ സമയങ്ങൾക്കും കാലങ്ങൾക്കും അതീതമായ At the ദൈവം. same time, അതേ സമയം he is an imminent God. പക്ഷെ നമ്മൾക്ക് വേണ്ടി ഇപ്പോൾ ഇറങ്ങി വരുന്ന He ദൈവം is more nearer than your breath. നമ്മുടെ ശ്വാസത്തെക്കാളും നമ്മുടെ പ്രാണനോട് അടുത്തിരിക്കുന്ന ഒരു ദൈവം. And he protects you. അവൻ നമ്മളെ Maybe സംരക്ഷിക്കുന്ന your ദൈവം. parents don't protect you. നമ്മുടെ അപ്പനമ്മമാർക്ക് Your ചിലപ്പോൾ അത് husband ചെയ്യാൻ don't പറ്റത്തില്ല. protect you. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് Your ചിലപ്പോൾ family പറ്റിയെന്ന് do not വരത്തില്ല. protect you. പക്ഷെ നമ്മുടെ കുടുംബം Your ചെയ്തെന്ന് pastor do വരത്തില്ല. not protect you. പാസ്റ്റർ ചെയ്തെന്ന് But വരത്തില്ല. he is your shield. പക്ഷെ അവൻ നമ്മുടെ He പരിചയം. protects you. അവൻ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം. Hallelujah. How many of you can say amen? എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? Praise the Lord. 3 qualities of that God. 3 പ്രത്യേകതകൾ നമ്മൾ Number 1 quality, verse number 12 says, 12ാം വാക്യം he remembered me. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. He remembered me. നമ്മളെ ഓർക്കുന്നു. Verse number 13 says, 13ാം വാക്യം he blessed me. അവൻ എന്നെ അനുഗ്രഹിക്കുന്നു. Verse number 14 says, 14ാം വാക്യം he increases me. അവൻ എന്നെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്ന ദൈവം. 3 things. 3 കാര്യങ്ങൾ. 3 things. മൂന്ന് Do not കാര്യങ്ങൾ. forget 3 things. ഈ 3 കാര്യങ്ങൾ മറക്കരുത്. The first one, ആദ്യത്തെ കാര്യം, what did I say? He remembered. എന്നെ ഓർക്കുന്നു. Everyone say remember. Remember. People will forget you. ആളുകൾ നമ്മളെ മറന്നേക്കാം. People will leave you. നമ്മുടെ കൂടെയുള്ളവർ But നമ്മളെ the വിട്ടേക്കാം. God of Israel, പക്ഷേ ഇസ്രായേലിന്റെ ദൈവം he will remember you. അവൻ നമ്മളെ ഓർക്കുന്നു. He will remember you. അവൻ നമ്മളെ He ഓർക്കുന്നു. will never leave you. അവൻ നമ്മളെ Nor ഒരിക്കലും forsake കൈവിടുകയും you. ഉപേക്ഷിക്കുകയുമില്ല. Not only that, he will bless you. അത് മാത്രമല്ല നമ്മളെ He അനുഗ്രഹിക്കുന്ന will ഒരു ദൈവം. increase you. അവൻ നമ്മളെ മേൽക്കുമേൽ He will increase വർദ്ധിപ്പിക്കുന്ന your ദൈവം. family. അവൻ നമ്മുടെ He കുടുംബത്തെ will വർദ്ധിപ്പിക്കും. increase your children. അവൻ നമ്മുടെ He തലമുറകളെ will increase വർദ്ധിപ്പിക്കും. your church. അവൻ നമ്മുടെ He സഭയെ will വർദ്ധിപ്പിക്കും. increase your job. അവൻ നമ്മുടെ ജോലി He സ്ഥലത്ത് is നമ്മളെ a God of വിശാലപ്പെടുത്തും. promise. അവന്റെ വാഗ്ദത്തങ്ങളുടെ ദൈവം. Amen. Amen. Can you shout amen in this ആമേൻ morning? പറയാമോ ഇന്ന് പകൽ? Praise God. Praise God. Thank you, Jesus. Praise God. Hallelujah. We have a praise the Lord.